ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് നിവിയ ഡീപ്പ് ഇമ്പാക്റ്റ് ആഫ്റ്റർ ഷേവ് ലോഷനാണ്. സോ ഈ ഒരു ഡീപ്പ് ഇമ്പാക്റ്റിൻ്റെ ഡിയോഡറൻറ്റ് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഞാൻ മുമ്പ് ഇതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിയോഡറൻറ്റിൻ്റെ. സോ അതിൻ്റെ ഒരു ആഫ്റ്റർ ഷേവ് ആണത്. ഇത് വാങ്ങിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു പെർഫ്യൂം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഡീപ്പ് ഇമ്പാക്റ്റ്. പെർഫ്യൂം ഇന്നവരെ കണ്ടിട്ടേ ഇല്ല. ഐ ഡോണ്ട് നോ എന്താണ് ഇവരിത് പെർഫ്യൂം ഇറക്കാത്തതെന്ന്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഇതിനൊരു ഫ്രഷ് സ്പൈസി, അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു സ്വീറ്റ്നെസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. നമ്മുടെ സിൽവർ സെന്റിന്റെ ഒക്കെ എവിടേക്കോ അടുത്തുകൂടെ ഒക്കെ ഇത് പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇത്തിരി സ്വീറ്റ്നെസ് ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പെർഫ്യൂം ഇറക്കിയിരുന്നെങ്കിൽ നന്നായനെ എന്നുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ട് ഈ സാധനത്തിന്റെ ആഫ്റ്റർ ഷേവ് ലോഷൻ ഇത് പെർഫ്യൂം പോലെ ഉപയോഗിക്കാൻ പറ്റൂലെങ്കിലും ജസ്റ്റ് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. സോ ജസ്റ്റ് ഒന്ന് കയ്യിൽ കളക്ട് ചെയ്യാന്നുള്ള രീതിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ വാങ്ങിക്കുന്നത് രണ്ടാമത്തെ ആഫ്റ്റർ ഷേവ് ലോഷനാണ്. ഒന്ന് കോളേജ് പഠിക്കുന്ന കാലത്ത്, MBA പഠിക്കുന്ന സമയത്ത് ഗുഡ് മോർണിംഗ്, അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പാക്കവന്യൂ ഗുഡ് മോർണിംഗിൻ്റെ ഒരു ആഫ്റ്റർ ഷേവ് ലോഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സോ അതിന് ശേഷം ഇപ്പോൾ വീണ്ടും അടുത്ത് വാങ്ങിച്ച്. കാരണം ഈ സാധനം വാങ്ങിക്കേണ്ട അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവാതെ ഓൾവേസ് ക്ലീൻ ഷേവാണ്. അപ്പോൾ ഇതാണ് നിവിയ ഡീപ്പ് ഇമ്പാക്റ്റിൻ്റെ ആഫ്റ്റർ ഷേവ് ലോഷൻ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് എന്തിനാ ഉപയോഗിക്കുക ഒന്നുമില്ല, വെറുതെ കയ്യിലെടുത്ത് അവിടെ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോകാന്നുള്ള മാത്രം. ഇത് എങ്ങനെയാണെന്ന് പോലും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ജസ്റ്റ് ഈ ഒരു സാധനം നെറ്റ്മെറ്റ്സ് എന്നാണ് ഞാനിത് ഓർഡർ ചെയ്ത്. ഒരുപാട് വെബ്സൈറ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ 269 ഫ്രീ ഡെലിവറി എന്നൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് പേ ചെയ്തിട്ട് വന്നതാണ്. ഇത് ഡെലിവറിയാണ് ഇവിടെ ഡെലിവറി ചെയ്തത്. ഇവിടെ നിവിയ എന്ന് എഴുതിയിട്ടുണ്ട്. സോ നിവിയ മെൻ. ഓക്കെ, ഇത് കണ്ടാലൊരു പെർഫ്യൂം പോലെ തന്നെ. സോ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ചു നോക്കുന്നത്. സോ ഇതിൽ എഴുതിയിട്ടുള്ളത്, ഇതിൽ നമ്മുടെ പെർഫ്യൂമിൻ്റെ ഈഥൈൽ ആൽക്കഹോൾ, അതായത് എത്തനോൾ, അത് ഇതിലുണ്ട്. ഡിനാച്ചോർഡ് ആണ്, എക്കോ ഉണ്ട്, പിന്നെ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ഉണ്ട്, പിന്നെന്താ, പിന്നെ DPG, പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ സാധാരണ പെർഫ്യൂമിൽ കാണുന്ന കണ്ടൻസ് തന്നെയാണ് ഇതിലുള്ളത്. അല്ല, ഐസോപ്രൊപ്പൈൽ സാധാരണ പെർഫ്യൂംസിലും കണ്ടിട്ടില്ല. ഓക്കെ, മേ ബി അതായിരിക്കാം ഇനിയിപ്പോൾ ഇതിനെ വ്യത്യാസമാക്കുന്നത്. അപ്പോൾ എന്തായാലും തിരിച്ചു കഴിഞ്ഞാൽ ഇതാണ് സാധനം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ട് നോക്കാം. എനിക്ക് ഇന്നിപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യണം, ഇന്ന് ഇത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ അല്ല. കാരണം ഇതിപ്പോൾ ഒരു ആഫ്റ്റർ ഷേവ് ലോഷൻ ആയി പറയേണ്ട കാര്യമില്ലല്ലോ. ഫ്രാഗ്രൻസ് ഈ ഒരു ഫ്രാഗ്രൻസ് തന്നെ, പക്ഷേ ഡിയോഡറൻറ്റിൻ്റെ അത്രയും ഫ്രാഗ്രൻസ് ഇതിൽ നിന്ന് വരുന്നില്ല. ഞാൻ ആക്ച്വലി കരുതുന്നത് ഡിയോഡറൻറ്റിനേക്കാൾ ഫ്രാഗ്രൻസ് ഉണ്ടാവുന്നതാണ്. ഇത് തേക്കുമ്പോൾ ഒരു ക്രീം തേച്ച പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ആഫ്റ്റർ ഷേവ് ലോഷൻ ഇങ്ങനെയാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ലൊരു നമ്മൾ ഒരു ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്ത പോലത്തെ അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽ ഈ സാധനം ഇവിടെ തട്ട് ആയപ്പോൾ. അപ്പോൾ ഫ്രാഗ്രൻസ് ഇത് തന്നെ, ഈ ഫ്രാഗ്രൻസ് തന്നെയാണ്. ബട്ട് ഇതിനേക്കാളും മൈൽഡറാണ് ഇത്. സോ അപ്പോൾ നിങ്ങൾ ഫ്രാഗ്രൻസ് നോക്കിയിട്ട് എടുക്കാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഇതിൽ നല്ല ഫ്രാഗ്രൻസ് കിട്ടും എന്ന് കരുതിയിട്ട് ഇത് എടുക്കണ്ട. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഇത് തന്നെയാണ് ലാസ്റ്റ് ചെയ്യുന്നതായിട്ടും ഇത് തന്നെയാണ് നല്ലതായിട്ട് തോന്നിയത്. ഇതൊരു ഡിയോഡറൻ്റ് ആണ്, ഗ്യാസുള്ള ഡിയോഡറൻ്റ് ആണ്. ഇതതിൻ്റെ ഒരു ആഫ്റ്റർ ഷേവ് ലോഷൻ. സോ എന്തായാലും ഞാനൊരു വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോ വരുന്ന മുന്നേ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ ഒരു സാധനം പെർഫ്യൂം ആയിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്മെല്ല് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാൽ ഇതിൽ ഫ്രഷ്നെസ് ഉണ്ട്, സ്പൈസി നോട്ട്സ് ഉണ്ട്, അരോമാറ്റിക് നോട്ട്സ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ സ്വീറ്റ്നെസ്സും ഉണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു മസ്കുലിൻ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഈ ഒരു സാധനത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തു പോയത്. അന്ന് കിട്ടിയ സാധനം ഒരു 3 hours ഒക്കെ ലെവലിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അണ്ടർ ആംസിലൊക്കെ നമ്മൾ ഒരു 1.5 hours വരെയൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോഴൊക്കെ സ്മെല്ല് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ഡിയോഡറൻ്റ് ആണ്, അത് മറക്കരുത്. ഒരു പെർഫ്യൂമിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ഡിയോഡറൻറ്റ് കാണിച്ചിട്ട് നമുക്ക് ഇതായിരിക്കും ഇതിൻ്റെ പെർഫ്യൂമിൻ്റെ ഫ്രാഗ്രൻസ് ഒന്നും പറയാൻ പറ്റില്ല. സോ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒരു കൗതുകത്തിന് ഇത് വാങ്ങിച്ചു എന്നുള്ളൂ, എന്താണ് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്നിഫ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഇതിൻ്റെ സ്മെല്ലുള്ളൂ കേട്ടോ. ഇത് തന്നെയാണ് അടിപൊളി. സോ അപ്പോൾ എന്നെപ്പോലെ ചിലരൊക്കെ എൻ്റെ ചോദിക്കാറുണ്ട്, അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് ഇതിൻ്റെ പെർഫ്യൂം ഏതെങ്കിലും അറിയുമോ എന്നുള്ളത്. അപ്പോൾ അതേപോലെ ഒരു കൗതുകത്തിന് ഞാനും ഇത് വാങ്ങിച്ചതാണ്. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ ഇനി സ്പ്രേക്ക് പകരം ഉപയോഗിക്കാന്നെങ്കിൽ ഇത് ആരും എടുക്കണ്ട. ഇത് അത്ര സ്മെല്ലൊന്നും നിൽക്കുന്നില്ല, വലിയ പഞ്ചുമില്ല. വെറുതെ ക്യാഷ് കളയണ്ട. ഇതിനിപ്പോൾ എന്തിനാണ് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ഇടയ്ക്കിപ്പോൾ ഞാൻ ചെയ്ത പോലെ
ഇതൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. സോ എനിവേസ് അതൊക്കെയാണ് നിവിയ ഡീപ്പ് ഇമ്പാക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ എന്തായാലും ആഫ്റ്റർ ഷേവ് ലോഷൻസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ പറഞ്ഞത് രണ്ടാമത്തതാണ് ലൈഫിൽ വാങ്ങിച്ചിട്ടുള്ളതിന്. അപ്പോൾ എന്തായാലും ഇനി ഇതേപോലെ ഏതെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ങാൻ ചാൻസ് വരികയാണെങ്കിൽ വീഡിയോ ചെയ്യാം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.